പിതാവേ, അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയപരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ. ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ. അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ. വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് അധ്യായം 17. കുപ്രസിദ്ധ വേശ്യയും മൃഗവും. 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിലൊരുവൻ വന്നതിനോട് പറഞ്ഞു, വരുക, സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന മഹാവേശ്യയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവളോടുകൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു. അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. ആ ദൂതൻ ആത്മാവിൽ എന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു. ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും 7 തലയും 10 കൊമ്പും കടും ചെമപ്പ് നിറമുള്ളതുമായ ഒരു മൃഗത്തിൻ്റെ മേലിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവും കടും ചെമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. സ്വർണവും വില പിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതയുമായിരുന്നു. വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢ നാമം എഴുതപ്പെട്ടിരുന്നു, മഹാബാബിലോൺ, വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തയായി ലഹരി പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. അവളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുത പരതന്ത്രനായി. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, നീ എന്തുകൊണ്ട് വിസ്മയിക്കുന്നു? ആ സ്ത്രീയുടെയും അവളെ വഹിക്കുന്ന 7 തലയും 10 കൊമ്പുമുള്ള മൃഗത്തിൻ്റെയും രഹസ്യം ഞാൻ നിന്നോട് പറയാം. നീ കണ്ട ആ മൃഗം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. അത് പാതാളത്തിൽ നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകും. ലോകസ്ഥാപനം മുതൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി വിസ്മയിക്കും. എവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം? 7 തലകൾ ആ സ്ത്രീ ഉപവിഷ്ടയായിരിക്കുന്ന 7 മലകളാണ്. അവ 7 രാജാക്കന്മാരുമാണ്. 5 പേർ വീണുപോയി, ഒരാൾ ഇപ്പോഴുമുണ്ട്, മറ്റൊരാൾ ഇനിയും വന്നിട്ടില്ല. അവൻ വരുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്ക് ഇവിടെ വസിക്കുകയുള്ളൂ. ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം 8ാമത്തേതും 7ൽപ്പെട്ടതുമാണ്. അത് നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പുകൾ 10 രാജാക്കന്മാരാണ്. അവർ ഇനിയും രാജ്യത്വം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ 1 മണിക്കൂർ നേരത്തേക്ക് മൃഗത്തോടൊത്ത് രാജാക്കന്മാരുടെ അധികാരം സ്വീകരിക്കേണ്ടവരാണ് അവർ. അവർക്ക് ഒരേ മനസ്സാണുള്ളത്. തങ്ങളുടെ ശക്തിയും അധികാരവും അവർ മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും. കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, വേശ്യ ഇരിക്കുന്നതായി നീ കാണുന്ന ജലപ്പരപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ്. നീ കാണുന്ന 10 കൊമ്പുകളും മൃഗവും ആ വേശ്യയെ വെറുക്കും. അവളെ പരിത്യക്തയും നഗ്നയുമാക്കും. അവളുടെ മാംസം ഭക്ഷിക്കുകയും അവളെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം പൂർത്തിയാകുവോളം അവിടുത്തെ ഉദ്ദേശം നടപ്പാക്കുന്നതിനും ഏക മനസ്സോടെ മൃഗത്തിന് തങ്ങളുടെ രാജ്യത്വം നൽകുന്നതിനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. നീ കാണുന്ന ആ സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അധീശത്വമുള്ള മഹാനഗരമാണ്. ദൈവജനമേ, വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് പുസ്തകത്തിലെ 17ാം അധ്യായം അതിഗഹനമായ ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വേദഭാഗമാണ്. വലിയ വേശ്യയുടെയും ചുവന്ന മൃഗത്തിൻ്റെയും ദർശനം ലോകാവസാന കാലത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും നമുക്ക് നൽകുന്നു. ഈ അധ്യായം ബാബിലോൺ എന്ന മഹാനഗരിയുടെ പതനത്തെക്കുറിച്ചും ഭൂമിയിലെ സകല രാജാക്കന്മാരെയും മദ്യപരാക്കിയ അവളുടെ ദുർമാർഗത്തെക്കുറിച്ചും വിവരിക്കുന്നു. ഭൗമിക സുഖങ്ങളിലും അധികാരത്തിലും അഭിരമിക്കുന്ന ദൈവത്തെ മറക്കുന്ന ഒരു ലോകത്തിൻ്റെ പ്രതീകമാണ് ഈ പറയുന്ന വേശ്യ. അവൾ ധരിച്ചിരിക്കുന്ന ധൂമ്രവർണ്ണവും ചുവപ്പ് വസ്ത്രങ്ങളും രത്നങ്ങളും സ്വർണവും ഈ ലോകത്തിൻ്റെ നശ്വരമായ പ്രതാപങ്ങളെയും സമ്പത്തിനെയും സൂചിപ്പിക്കുന്നു. ഈ ദർശനം വെറും പഴയകാല കഥയല്ല, മറിച്ച് ഇന്നും നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന സംഭവങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, ഈ 17ാം അധ്യായം
നമ്മിൽ ആഴമായ ഒരു ആത്മപരിശോധന ആവശ്യപ്പെടുന്നു. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നാം വീണു പോകാറുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൃഗത്തെ വഹിക്കുന്ന വേശ്യ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും പുറകെ പായുന്ന, ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സകല ശക്തികളെയും പ്രതിനിധാനം ചെയ്യുന്നു. പഴയ നിയമപുസ്തകത്തിൽ വേശ്യാവൃത്തി വിഗ്രഹാരാധനയ്ക്ക് തുല്യമായി ദൈവപിതാവ് കണക്കാക്കിയിരുന്നു. ഈ ലോകത്തിൻ്റെ തിളക്കമാർന്ന പുറമോടികൾ നമ്മെ വഞ്ചിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്ന വിശുദ്ധന്മാർ പീഡിപ്പിക്കപ്പെടുമ്പോഴും അന്തിമ വിജയം ദൈവത്തിന് മാത്രമായിരിക്കുമെന്ന് ഈ ദർശനം ഉറപ്പു നൽകുന്നു. അതിനാൽ നാം ആത്മീയമായ ഉണർവോടെയും വിവേചന ബുദ്ധിയോടെയും ജീവിക്കാൻ പഠിക്കണം. ഈ അധ്യായം നൽകുന്ന പ്രധാന പാഠം ദൈവത്തിനെതിരായി ഉയർത്തപ്പെടുന്ന സകല ശക്തികളും ക്ഷണികമാണെന്നും അവയുടെ അവസാനം വിനാശമാണ് എന്നുമാണ്. വലിയ ബാബിലോണിൻ്റെ പതനം അനിവാര്യമാണ്. ലോകത്തിൻ്റെ പ്രതാപങ്ങളും അധികാരങ്ങളും തീർച്ചയായും ഒരു ദിവസം നശിച്ചു പോകും. ഒരു സംശയവും വേണ്ട. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നിവൃത്തി ആകപ്പെട്ടിരിക്കും. കർത്താവാണ് ആൽഫയും ഒമേഗയും. എന്നാൽ ദൈവരാജ്യം എന്നേക്കും നിലനിൽക്കും. അതിനാൽ നാം നമ്മുടെ പ്രത്യാശ ലോകകാര്യങ്ങളിലല്ല, മറിച്ച് നിത്യനായ ദൈവത്തിൽ അർപ്പിക്കണം. പാപത്തിൻ്റെയും അശുദ്ധിയുടെയും പ്രതീകമായ വേശ്യയിൽ നിന്ന് നാം അകന്നു നിൽക്കണം. നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതും ദൈവത്തിന് പ്രീതികരവുമായ ഒരു കാഴ്ചയായി മാറ്റിയെടുക്കാൻ നാം പരിശ്രമിക്കണം. തിന്മയുടെ ശക്തികളെ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം ഈ വേദപാഠം നമുക്ക് നൽകുന്നു. ഈ 17-ാം അധ്യായം ഇന്നത്തെ ലോക സാഹചര്യങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ആഗോളവൽക്കരണത്തിൻ്റെയും ഭൗതികവാദത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ ലോകം സമ്പത്തിനും സുഖഭോഗങ്ങൾക്കും പിന്നാലെ പാഞ്ഞ് ദൈവത്തെ തള്ളിപ്പറയുന്നു. മാധ്യമങ്ങളും സാമ്പത്തിക ശക്തികളും ചേർന്ന് ഒരു പുതിയ ബാബിലോൺ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഈ ലോകശക്തികൾ ക്രൈസ്തവ മൂല്യങ്ങളെയും വിശ്വാസത്തെയും തകർക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ അധ്യായം ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകശക്തികളുടെ പതനം ആസന്നമാണ് എന്നാണ്. നാം ഈ ലോകത്തിൻ്റെ ഭാഗമാണെങ്കിലും അതിൻ്റെ തിന്മകളിൽ പങ്കാളികളാകരുത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് ഒരിക്കലും മറന്നു പോകരുത്. വെളിപാട് പുസ്തകത്തിലെ ഈ ദർശനം പഴയ നിയമ പ്രവചനങ്ങളുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നു. ഏശയ്യായുടെയും ജെറമ്യായുടെയും പുസ്തകങ്ങളിൽ ബാബിലോണിൻ്റെ പതനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ പ്രവചിച്ച അതേ വിധി തന്നെയാണ് വെളിപാടിലും ആവർത്തിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനതയെ അടിമകളാക്കിയ ബാബിലോൺ ദൈവജനത്തെ പീഡിപ്പിക്കുന്ന സകല ശക്തികളുടെയും പ്രതീകമാണ്. ഈ പ്രവചനങ്ങൾ കാലാകാലങ്ങളായി ദൈവത്തിൻ്റെ പരമാധികാരത്തെയും തിന്മയുടെ അനിവാര്യമായ നാശത്തെയും വിളിച്ചോതുന്നു. ഈ പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണം പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും മരണത്തിലും ഉയർപ്പിലും നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ യേശു സാത്താനെയും പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തി. കർത്താവിൻ്റെ രക്തത്താൽ നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെട്ടു. യേശുക്രിസ്തുവിലാണ് ഈ ദർശനത്തിൻ്റെ ആത്യന്തികമായ പൂർണ്ണത നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. കർത്താവിൻ്റെ രണ്ടാം വരവിൽ സകല തിന്മകളും എന്നേക്കുമായി നശിപ്പിക്കപ്പെടും. പ്രിയ സഹോദരങ്ങളെ, ഈ ഉൾക്കാഴ്ചകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം സന്നദ്ധരാകണം. മണവാളനെ കാത്തിരിക്കുന്ന മണവാട്ടിയെപ്പോലെ നാം എപ്പോഴും ഒരുക്കത്തോടെ കാത്തിരിക്കണം. നമ്മുടെ വിളക്കുകളിൽ എണ്ണ നിറച്ച് ജാഗരൂകരായിരിക്കാം. ലോകത്തിൻ്റെ മയക്കത്തിൽ നാം വീണു പോകാതെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവവചന ധ്യാനത്തിലും സമയം ചെലവഴിക്കണം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുകയും വിശുദ്ധിയിൽ വളരുകയും വേണം. കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം. ആ സമയം നമ്മെ സംബന്ധിച്ചിടത്തോളം ഭയത്തിൻ്റേതല്ല, മറിച്ച് സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു മനോഹരമായ ഇവൻ്റ് ആയിരിക്കണം. നാം കർത്താവിനായി കാത്തിരിക്കുമ്പോൾ അവൻ നമ്മെ തൻ്റെ രാജ്യത്തിലേക്ക് തീർച്ചയായും കൂട്ടിക്കൊണ്ടുപോകും. നീതിമാന്മാർക്കായി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കാത്തിരിക്കുന്നു. അതിനാൽ വിശുദ്ധിയിൽ ചരിക്കാം. നാം അകന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ഇതാണ് ആ സുദിനം. നമ്മുടെ കഷ്ടപ്പാടുകൾ ക്ഷണികമാണ്, മഹത്വം അനശ്വരവും. കർത്താവിൽ വിശ്വസിക്കുക, അവിടുന്ന് ഒരിക്കലും നമ്മെ കൈവിടില്ല. ധൈര്യമായി മുന്നോട്ട് പോകാം. വിജയ കിരീടം നമുക്കായി കാത്തിരിക്കുന്നു. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്തൃനാമത്തിൽ സഹോദര സഹോദരി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.